ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഐഷാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി പപ്പായ ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന ജാമാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അതുപോലെ ഇത് ബ്രെഡിലും അതുപോലെ ചപ്പാത്തിയിലൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പപ്പായ ജാം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ വേണം എടുക്കാനായിട്ട്. നമ്മുടെ ഇവിടെ പപ്പായക്ക് കപ്പളങ്ങാന്ന് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ ഞാനിനി അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അടിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഈ അടിച്ചെടുത്തത് നമുക്കൊരു പാനിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്ന കേട്ടോ നല്ലത്, കാരണം സ്റ്റിക്ക് ആവാണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു പാനിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ മൂടി തുറന്ന് വെച്ചാൽ വേവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലിട്ട് അപ്പടി തെറിക്കും. ഇത് നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അപ്പോൾ കയ്യിലിട്ട് അപ്പടി തെറിച്ച് ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൂടി വെച്ചിട്ട് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് വെച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു പപ്പായയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ജാമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതൽ മധുരം വേണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ലിക്വിഡ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കേക്ക് ഉണ്ടാക്കണവരുടെ കയ്യിൽ മിക്കവാറും ഈ ലിക്വിഡ് ഗ്ലൂക്കോസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഇനിയിപ്പോൾ അത് ചേർത്തില്ല എന്ന് കരുതി ഒരു കുഴപ്പമൊന്നുമില്ല. മിഠായി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു കാരണം വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞതും കൂടെ കൂടി ചേർക്കാം കേട്ടോ. പകുതി നാരങ്ങയുടെ നീരും കൂടെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, പാനിൽ നിന്നും വിട്ടു പോരുന്ന ഒരു പരുവത്തിലിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലതായിട്ട് തിക്കായും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഊർത്തിങ്ങനെ വന്നത് ഒറ്റ ഇതായിട്ടാണ് വന്നെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെന്നാണ്. പിന്നെ നടുക്കൊന്നൊന്ന് വരച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് നടുക്കായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റായി പോകുന്നുണ്ടെങ്കിലും അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയില്ലേ, നമുക്ക് ജാമൊക്കെ ഉണ്ടാക്കാൻ വേറെ പ്രത്യേകിച്ച് പുറത്തൊന്നും ഒരു സാധനം ആവശ്യമില്ല. ലിക്വിഡ് ഗ്ലൂക്കോസ് ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാനത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. വേറെ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിങ്ങനെ ഈ സീസണൊക്കെ ആകുമ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.